സി വി ബാലകൃഷ്ണനെ പറ്റി അധികം പറയണ്ട. ഇദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും പറയണ്ട എന്ന് പലരായി ആമുഖത്തിൽ പറഞ്ഞ് ക്ലീഷയായ ആ പ്രയോഗത്തിൻ്റെ തുടർച്ചയിൽ നിന്നല്ല ഞാനിത് പറഞ്ഞത്. സി വി ബാലകൃഷ്ണൻ്റെ ആദ്യത്തെ കഥാസമാഹാരത്തിൻ്റെ പേര് ഓർമ്മയിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ആ പുസ്തകത്തിൻ്റെ പേര് ഭൂമിയെപ്പറ്റി അധികം പറയണ്ട എന്നായിരുന്നു. 1983 അങ്ങയുടെ ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങുമ്പോൾ ഞാൻ ജനിച്ചിട്ടില്ല. 2023 അതിൻ്റെ മാതൃഭൂമി എഡിഷൻ ഇറങ്ങിയപ്പോഴാണ് അതിലെ 11 കഥകളും ഞാൻ വായിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിന് സി വി ബാലകൃഷ്ണനിട്ട തലക്കെട്ട് കഥാപീഠം എന്നായിരുന്നു. ചെറുകഥയുടെ തച്ചുശാസ്ത്രമാണ് നമ്മളുടെ ടൈറ്റിൽ. തനിക്കിരിക്കാനുള്ള കസേര സ്വന്തമായി പണിത തച്ചന്മാരാണ് എല്ലാ കഥാകൃത്തുക്കളും. അരനൂറ്റാണ്ടിനിപ്പുറവും ഇങ്ങനെ നിവർന്നിരിക്കാൻ പാകത്തിൽ ഉറപ്പുള്ള ഒരു പീഠം മലയാള കഥയുടെ മുറ്റത്ത് പണിയാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം സത്യത്തിൽ കഥാപീഠം എന്ന ആ തലക്കെട്ടിനുണ്ട്. വരൂ ദൈവമേ വരൂ എന്ന അങ്ങയുടെ പുതിയ പുസ്തകങ്ങളിൽ ഒന്നിൽ അതിൻ്റെ 2ാം ഭാഗത്ത് ഒരു പഴങ്കഥയ്ക്ക് കാതോർത്ത് എന്ന മറ്റൊരു തലക്കെട്ടുണ്ട്. ആ പഴങ്കഥയ്ക്ക് കാതോർത്താണ് ഞങ്ങളിരിക്കുന്നത്. മലയാള കഥയുടെ മുറ്റത്ത് അങ്ങയിലെ തച്ചൻ തൻ്റെ 15ാം വയസ്സിൽ പണിത കഥാപീഠത്തിൻ്റെ കഥ കേൾക്കാൻ. കഥയുടെ തച്ചുശാസ്ത്രം എന്നാണ് ഇവിടെ വിഷയം. കഥയെഴുത്ത് ഈ തച്ചുപണി പോലെയാണ് എന്ന് പറഞ്ഞത് ഗബ്രിയൽ ഗാർഷിയ മാർക്വസാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ലിറ്ററേച്ചർ ഈസ് നത്തിങ് ബട്ട് കാർപ്പൻട്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാർപ്പൻട്രിയാണ് ഈ സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തച്ചൻ ഈ മരത്തിൽ എങ്ങനെയാണോ ജോലി ചെയ്യുന്നത് അതേപോലെയാണ് എഴുത്തുകാരൻ തൻ്റെ ജോലി ചെയ്യുന്നത്. ഒരു തച്ചനൊരു മേശ ഉണ്ടാക്കുന്ന അതേപോലെ ശ്രമകരമാണ് ഒരു കഥ എഴുതുക എന്നുള്ളത്. യാഥാർത്ഥ്യം ഈ തച്ചൻ്റെ മുമ്പിലുള്ള ഉറപ്പുള്ള തടി പോലെ തന്നെ ഉറപ്പുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സൃഷ്ടികൾ, കഥകളോ വലിയ നോവലുകളോ ഒക്കെ രൂപപ്പെടുത്തുമ്പോൾ അത് ഇതേ അധ്വാനമാണ് അവിടെ ഉണ്ടാകുന്നത്. അതിനകത്ത് യാതൊരു മാജിക്കും ഇല്ല എന്നാണ് മാർക്വസ് പറഞ്ഞത്. അപ്പം ഞാൻ കഥ എഴുതാൻ തുടങ്ങിയത് ഏതാണ്ട് 70 തുടക്കത്തിലാണ്. എൻ്റെ ആദ്യത്തെ കഥ വരുന്നത് 70-ലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 13 വർഷം കഴിഞ്ഞിട്ട് 50-ലധികം കഥകൾ എഴുതിയതിന് ശേഷമാണ് ലിജീഷ് ഇപ്പോൾ പറഞ്ഞ ഭൂമിയെപ്പറ്റി അധികം പറയണ്ട എന്ന് പറയുന്ന സമാഹാരം പുറത്തു വരുന്നത്. അതിലെ 11 കഥകൾ, 50 കഥകളിൽ നിന്ന് 11 കഥകൾ തിരഞ്ഞെടുത്തതാണ് ഭൂമിയെപ്പറ്റി അധികം പറയേണ്ട. അപ്പം നമ്മൾ ആ കാലത്ത് 70-80 കാലത്ത് ഒരു പുസ്തകം പുറത്തിറക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമായിരുന്നു, പ്രത്യേകിച്ചും കഥാസമാഹാരം. അപ്പോൾ ഈ കഥാസമാഹാരം പുറത്തു വരുന്നതിന് മുമ്പേ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഞാൻ ആയുസിൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞിരുന്നു. കാരണം ആ പുസ്തകത്തിൻ്റെ ആമുഖം എഴുതിയത് പ്രശസ്ത നിരൂപകനായ വി രാജകൃഷ്ണൻ സാറാണ്. അപ്പോൾ ആ രാജകൃഷ്ണൻ സാറ് ആ കഥയുടെ അതിൻ്റെ അവതാരികയിൽ, ഹ്രസ്വമായിട്ടുള്ള ഒരു അവതാരികയിൽ, അന്ന് അവതാരിക എഴുതി കിട്ടാനും വലിയ പാടായിരുന്നു. അപ്പോൾ അതിൽ ആ ഹ്രസ്വമായ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതിലത്തെ ഒരു കഥയെ, ഉറങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ കഥയെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആയുസിൻ്റെ പുസ്തകത്തിൻ്റെ നിർമ്മാണ രഹസ്യം ഈ ഉറങ്ങാൻ വയ്യ എന്ന് പറയുന്ന കഥയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അത് ഇത്രയും കാലത്തിന് ശേഷമാണ് പുസ്തകം. നമ്മളിപ്പോഴും എല്ലാവരും 2 കഥ എഴുതിയാൽ തന്നെ ഒരു പുസ്തകം ഇറക്കുന്ന കാലം. ഇത് മറ്റു മാതൃഭൂമി അടക്കമുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും എഴുതിയതിന് ശേഷമാണ് 50-ലധികം കഥകൾ എഴുതിയിട്ട് അതിൽ നിന്ന് ഞാൻ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള 11 കഥകളാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ആ ഒരു കാലം തൊട്ട്
എഴുത്തിൻ്റെ കഥയെഴുത്തിൻ്റെ ഒരു അനുസ്യൂതി നിലനിർത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ എൻ്റെ കൂടെ എഴുതിയിരുന്ന പലരും ഇപ്പോഴില്ല, ഭൂമിയിലേ ഇല്ല. പലരും എഴുത്ത് അവസാനിപ്പിക്കുകയും ചെയ്തു. ഒരുപാട് പേര് എൻ്റെ ഒപ്പം എഴുതിയിരുന്ന 70കളിലും 80കളിലും ഞങ്ങൾ പല വേദികളിലും ഒന്നിച്ചുണ്ടായിരുന്ന ഒരുപാട് പേര്, ഇപ്പോൾ അക്ബർ കക്കട്ടിൽ, ടി വി കൊച്ചുബാവ, UP ജയരാജ്, ഇങ്ങനെ ഒരുപാട് പേര് വേദി വിട്ട് ഒഴിഞ്ഞ് കഥ പറച്ചിലൊക്കെ മതിയാക്കിയിട്ട് പോയി. പക്ഷെ ഇപ്പോഴും കഥകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പുതിയ കാലത്തും കഥകൾ ഉണ്ടാകുന്നു. ആ കഥകൾ കണ്ടെടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ട് എന്നതുകൊണ്ട് ഈ വീണ്ടും വീണ്ടും കഥകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എൻ്റെ കഥാ ജീവിതത്തിൽ. അപ്പം അത് പല രൂപത്തിൽ കഥകൾ വരുന്നുണ്ട്. ഞാൻ ഏറ്റവും ഒടുവിൽ എഴുതിയ കുറേ കഥകൾ സ്ത്രീകളെക്കുറിച്ച് മാത്രമാണ്. താതാത്മ്യം എന്നാണ്, അത് സ്ത്രീകളുമായിട്ട് താതാത്മ്യപ്പെടലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനകത്ത് ഉള്ള 11 കഥകൾ, അതിനും 11 കഥകളാണ്. ആ 11 കഥകളിൽ സ്ത്രീ കഥാപാത്രങ്ങളാണ് അതിലെല്ലാവരും വരുന്നത്. അത് പലതരത്തിലുള്ള പല അവസ്ഥകളിൽ കടന്നു പോകുന്ന, പല മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന, പല ജീവിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് ഞാൻ, അതിൻ്റെ എപ്പിഗ്രഫായിട്ട് ഞാൻ നിക്കോസ് കസാൻസാക്കിസിൻ്റെ ഒരു വാക്യം കുറിച്ചിട്ടുണ്ട്. ദർ ഈസ് ഓൺലി വൺ വുമൺ ഇൻ ദ വേൾഡ്, വൺ വുമൺ വിത്ത് കൗണ്ട്ലെസ് ഫേസസ് എന്നാണ് കസാൻസാക്കിസ് പറഞ്ഞത്. ഒറ്റ സ്ത്രീയേ ഉള്ളൂ ഭൂമിയിൽ, എണ്ണമറ്റ മുഖങ്ങളുള്ള ഒറ്റ സ്ത്രീ. അപ്പോൾ അതുകൊണ്ട് ഈ 11 കഥകളിലും ഉള്ളത് സ്ത്രീകളാണ്. അതിൽ മരിച്ചുപോയവരുണ്ട്. മരിച്ചുപോയ ഒരു പ്രശസ്ത നടിയെക്കുറിച്ചാണ് അതിലത്തെ അവസാനത്തെ കഥ, മെർലിൻ മൺറോയെക്കുറിച്ച്, മെർലിൻ ശേഷിപ്പ് എന്ന് പറയുന്ന കഥ. അപ്പോൾ ഇതിന്, ഈ കഥയ്ക്ക് തൊട്ട് മുമ്പേ എഴുതിയിട്ടുള്ള കഥകളിൽ ഞാനൊരു പരമ്പര കഥകൾ എഴുതിയിരുന്നു കുട്ടികളെ കുറിച്ചിട്ട്, ചെറിയ കുട്ടികളെക്കുറിച്ച്. ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയെ നായകനാക്കിക്കൊണ്ട് ഒരു 5-6 കഥകൾ, പനിക്കൂർക്കയുടെ മണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 5-6 കഥകൾ എഴുതി. അത് ബംഗളൂരുവിൽ താമസിക്കുന്ന ഒരു കുട്ടി നാട്ടിൽ വന്ന് അവൻ്റെ മുത്തശ്ശൻ്റെ കൂടെ ഈ ഗ്രാമപ്രകൃതിയിലൂടെ നടക്കുമ്പോൾ അവിടെ കാണുന്ന ഗ്രാമീണ മനുഷ്യർ, അവരുടെ ജീവിതം, അവർ പങ്കിടുന്ന ആശങ്കകൾ, അവർ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന ഭീഷണികൾ, അതൊക്കെ ഈ കുട്ടിയുടെ കണ്ണിലൂടെ. ആ കുട്ടി അവിടെ ഉള്ളതല്ല, അവന് മലയാളത്തിലെ എല്ലാ വാക്കുകളും പോലും അറിയുകയില്ല. ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൻ ഈ മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടി. പക്ഷെ അവൻ ഈ യാഥാർത്ഥ്യങ്ങൾ, ഇതൊക്കെയാണ് ഈ ഇവിടെയുള്ള യാഥാർത്ഥ്യങ്ങളെന്ന് തിരിച്ചറിയുകയും അതിൻ്റെ ഒരു സങ്കടത്തോടു കൂടി അവൻ തിരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു പരമ്പര കഥകളാണത്, 5 കഥകൾ. അപ്പം അതിന് തൊട്ട് മുമ്പേയും ഇതേപോലെ ഒരു പരമ്പര എഴുതിയിട്ടുണ്ടായിരുന്നു. അതും വേറൊരു തരം പരമ്പരയാണ്. അത് 2 പേര് UAPA ചുമത്തപ്പെട്ട 2 പേരെ കുറിച്ചാണത്. മലയാളത്തിൽ ഒരു വാരികയിൽ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ച 5 കഥകൾ. അതിൽ ഉത്കൃഷ്ടരായ മനുഷ്യരും ഉണ്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിലൊരു കഥയുടെ പേരാണ് ഉത്കൃഷ്ടരായ മനുഷ്യരും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. ഈ ഉത്കൃഷ്ടരായ മനുഷ്യരും ഉണ്ട് എന്നുള്ളത് ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധിയിലുള്ള വാക്യമാണ്. സ്റ്റാൻസ്വാമി മരിച്ചപ്പോൾ, ഫാദർ സ്റ്റാൻസ്വാമി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതെ അദ്ദേഹം ജയിലിൽ വെച്ചിട്ട് മരിച്ചപ്പോൾ ആ മരണാനന്തരം ബോംബെ ഹൈക്കോടതി പറയേണ്ട UAPA കുറിച്ചിട്ടുള്ള ഒരു വിധി ഉണ്ടായിരുന്നു. ആ വിധിയിൽ പറയുന്നത് ഇദ്ദേഹം സ്റ്റാൻസ്വാമി ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. മരിച്ചു കഴിഞ്ഞു, ജയിലിൽ ഇത്രയും 8 വർഷക്കാലം ഇട്ട് പലതരത്തിൽ പീഡിപ്പിച്ച് പല രോഗങ്ങളാൽ ക്ലേശിതനായിട്ട് അദ്ദേഹം മൺമറഞ്ഞു. ആ മരണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ രീതിയിലുള്ള ഔത്കൃഷ്ട്യം പുലർത്തിയിരുന്നു എന്ന് ബോംബെയിലെ കോടതി പറയുന്നു. അവരുടെ ജയിലനുഭവങ്ങളിലൂടെ പറയുന്നതാണ് ആ പരമ്പര. അപ്പോൾ ഇങ്ങനെ ഈ പ്രമേയങ്ങൾ മാറ്റി മാറ്റി പുതിയ അനുഭവ ലോകങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടുള്ളതാണ് ഞാൻ എഴുതുന്ന കഥകളുടെ രീതി.
ഇനി കേരേഖയിലേക്ക് വരികയാണെങ്കിൽ, സംഘർഷങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞ കൊച്ചു വീട്ടിൽ നിന്ന് തീപിടിച്ചോടിയ ഒരുവൾക്ക് അഭിമാനവും അക്ഷരങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനുഷ്യാലയ ചന്ദ്രികയുടെ ആമുഖത്തിൽ കേരേഖ എഴുതുന്നുണ്ട്. കഥകളും ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കും. കുറച്ച് മാത്രമേ വായിക്കാൻ തന്നിട്ടുള്ളൂ എങ്കിലും അതിൻ്റെ ആഴം, പരപ്പിനെ മറികടക്കാൻ ശേഷിയുള്ള സമൃദ്ധി കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് നിറയെ കഥകളും ഉണ്ടായിരുന്നു കേരേഖയ്ക്ക് ഞങ്ങളോട് പറയാൻ. 1994 അതുവരെ കുറേ കാലം മുടങ്ങിക്കിടന്ന സാഹിത്യ മത്സരം മാതൃഭൂമിയും എം ടി വാസുദേവൻ നായരുമൊക്കെ പുനരാരംഭിക്കാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളിന്ന് കാണുന്ന കേരേഖ എന്ന കഥയെഴുത്തുകാരി ഉണ്ടാവുമായിരുന്നില്ല എന്നും, സുഗതകുമാരി ഒരു കവിതയിൽ എഴുതിയ പോലെ, രാപ്പകൽ എൻ്റെ കുടിലിൽ കഷ്ടപ്പെട്ടൊടുങ്ങിത്തീരുന്നതിനിടയിൽ രാത്രി തളർന്നുറങ്ങാൻ നേരം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ മാത്രമായേനെ കേരേഖയുടെ കഥകൾ എന്ന നോട്ടവും എൻ്റെ നോട്ടമല്ല. തന്നെ നോക്കുന്ന സമയത്ത് ഞങ്ങളോട് കേരേഖ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പണിപ്പെട്ട് പണിത തച്ചുവിദ്യയാണ് എൻ്റെ കഥകളുടെ കാമ്പ് എന്നും നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന രേഖയാണ് ഞാൻ എന്നും കൂടെ മലയാളിയോട് പറഞ്ഞിട്ടുണ്ട് കേരേഖ. അങ്ങനെ പണിപ്പെട്ട് പണിത ആ തച്ചുവിദ്യയാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. ഞങ്ങളുടെ നാട് എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് ഒരു ഗ്രാമമാണ്. അവിടെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവിടെ ബസ് പോലും വരുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിൽ നിന്നൊരു പെൺകുട്ടിക്ക് അങ്ങനെ കഥ എഴുതുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവിടുത്തെ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ മോളായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛൻ മരിച്ചു. ഭാരിച്ച കടങ്ങളൊക്കെയായി. അപ്പോൾ ഒരു പ്രൈമറി സ്കൂൾ ടീച്ചറിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് അത് മറികടന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഭൂമിക്ക് സെൻറ്റിന് 500 രൂപയൊക്കെ വിലയുള്ള അത്രയും ചെറിയ ഒരു ഇതായിരുന്നു. അപ്പം അവിടുന്ന് ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ പിന്നീട് സ്ത്രീധനമൊക്കെ വന്നപ്പോൾ എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് സഹോദരി ഭർത്താവ് കൊടുത്ത സ്വർണം 10 പവനോ മറ്റോ കൊടുത്തത് അത് തിരിച്ച് അവിടെ വെച്ചിട്ട് പോയി. പുള്ളി ഭാര്യയെ കൊണ്ടുപോയി. പിന്നെ പുള്ളി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതിയപ്പം ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞു അത് വാസ്തവത്തിൽ അതെന്ത്, അവർ ആ നാട്ടിലെ ഉയർന്ന കുടുംബമാണ്, അവർ അങ്ങനെയൊന്നും ദാരിദ്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പലരും പറഞ്ഞു എന്ന് എൻ്റെ സഹോദരങ്ങൾ പറയാറുണ്ട്. അവർക്കതിൽ വലിയ ഞങ്ങൾ ഈ 5 പേരിൽ ചിലർക്കെങ്കിൽ അത് വലിയ അഭിമാനക്ഷത ഉണ്ടാക്കി. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും ഈ ഇടത്തരം കുടുംബങ്ങളിൽ സാമ്പത്തിക പ്രയാസങ്ങൾ പലപ്പോഴും പുറത്തറിയാൻ വലിയ മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കിട്ടണമെങ്കിൽ, കലാകൗമുദി മാതൃഭൂമി ആഴ്ചപ്പതിപ്പും മലയാളമൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന തൊട്ടടുത്ത പട്ടണത്തിലേക്ക് ചെല്ലണം. അതിനും ബസ് ചാർജൊക്കെ ചിലവിട്ട് പോകണം. അങ്ങനെ എങ്കിലും എൻ്റെ അമ്മ ഈ തുച്ഛമായ വരുമാനത്തിൽ അവിടെ ഇരിങ്ങാലക്കുട നല്ലൊരു ലൈബ്രറി ഉണ്ട്, മഹാത്മാ. അവിടെ മെമ്പർഷിപ്പ് എടുക്കും. പിന്നെ എൻ്റെ തൊട്ടടുത്ത ഗ്രാമത്തിലെ ആളാണ് TV കൊച്ചുബാവ. കൊച്ചുബാവയുടെ കയ്യിൽ അന്ന് ധാരാളം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ കൊച്ചുബാവയുടെ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഒരു വായനയുടെ ഒരു സംസ്കാരമുണ്ട് അവിടെ തന്നെ. ഞങ്ങളുടെ നാട്, നമ്മൾ തൃശ്ശൂരിനെ പറ്റി പറയുമല്ലോ, നിങ്ങൾ കണ്ടുമുട്ടുന്ന 5 പേരിൽ ഒരാൾ കവിയോ കഥാകൃത്തോ ആവും. ഇവിടെ തിരുവനന്തപുരത്ത് നെടുമങ്ങാടിനെ കുറിച്ചും ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നീട് ജേർണലിസത്തിന് എൻ്റെ സഹപാഠിയായിട്ടുള്ള സിത്താരോടൊക്കെ പറയാറുണ്ട്. സിത്താരയുടെ അച്ഛൻ N. ശശിധരൻ മലയാളത്തിലെ ഏറ്റവും നല്ല വായനക്കാരനും നിരൂപകനൊക്കെയാണ്. അപ്പോൾ അവൾ വളരുന്നത് തന്നെ പുസ്തകങ്ങളുടെ നടുവിലാണ്. എനിക്കൊരു പുസ്തകം ഉണ്ടാക്കി വായിക്കാൻ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ പോരാട്ടമാണ്. അങ്ങനെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ മനുഷ്യർ, അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ തൃശ്ശൂരൊക്കെ വലിയ സാംസ്കാരികമായിട്ട് ഉയർന്നാണെങ്കിലും വലിയ ജാതിബോധമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളിലൊക്കെ ഞാനിങ്ങനെ പോവും. അപ്പോൾ അല്ലെങ്കിൽ ജാതിയിൽ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുടെയൊക്കെ വീടുകളിലാണ് ഞാൻ ഈ ശനിയും ഞായറും. എൻ്റെ വീട്ടിൽ അതിലൊന്നും ജാതി നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് ഞങ്ങളുടെ വീട്ടിലത് ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ അമ്മ ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് പിന്നീട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ചിലർ പറയുന്ന കേൾക്കാം, നിങ്ങളന്ന് തീരെ ജാതിബോധം ഇല്ലാത്ത ആളാണ്, തീരെ അന്ന് അങ്ങനെ നമ്മുടെയൊക്കെ വീടുകളിൽ വരുമായിരുന്നു എന്നൊക്കെ പറയും.
പക്ഷെ സത്യത്തിൽ എനിക്കന്ന് ജാതിബോധമല്ല, ഈ മനുഷ്യർ പറയുന്ന കഥകൾ കേൾക്കാനാണ് ഞാൻ അവരുടെ വീടുകളിൽ പോയിരുന്നത്. അപ്പോൾ അന്നൊന്നും നമ്മൾ കഥ എഴുതുമെന്നോ ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും എഴുതുന്നൊന്നും ഉറപ്പില്ല. പക്ഷേ ഈ മനുഷ്യർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ എൻ്റെ വീട്ടിൽ കണ്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലോ ബന്ധുക്കളിലോ കാണുന്ന അനുഭവങ്ങളല്ല, അവരുടെ കുറേ കൂടി രസമുള്ള ആഴമുള്ള അനുഭവങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ അത്തരം അനുഭവങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നീട് കുറേ കാലം കഴിഞ്ഞാണ് നമ്മൾ ജാതിയും ഇത്തരത്തിലുള്ള വ്യവസ്ഥിതിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ആളുകൾ പറയുമ്പോൾ നമ്മൾ അറിയുന്നത്. പക്ഷെ അന്ന് നമ്മൾ പോയത് ഇതൊന്നും അറിഞ്ഞല്ല, മനുഷ്യരുടെ കഥ തേടിയിട്ടാണ്. അപ്പം അന്ന് മാതൃഭൂമി ബാലപംക്തിയിൽ എഴുതുമായിരുന്നെങ്കിലും അങ്ങനെ ഒരു കഥയിൽ ഞാൻ എങ്ങനെയെങ്കിലും എഴുതും. അപ്പം ഞാൻ കുട്ടി കവിതകളൊക്കെ എഴുതും. അപ്പം എൻ്റെ കവിതകളൊക്കെ വായിച്ച് അന്ന് കൊച്ചുഭാവിയാണ് എനിക്ക് കാണിക്കാനുള്ളത്. അശോകൻ ചെരുവിൽ ഞങ്ങൾക്ക് ഇരിങ്ങാലക്കുടയ്ക്കാണെങ്കിൽ ഉണ്ണായി വാര്യരിൽ തുടങ്ങുന്ന ഒരു വലിയ അഭിമാനമുണ്ട്. ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ആനന്ദ് ഇങ്ങനെ ഓരം ചേർന്ന് നടന്നു വരുന്ന കാണാം. അപ്പോൾ ആനന്ദിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആൾക്കൂട്ടമൊക്കെ വായിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ എപ്പോഴും ഞാൻ ആനന്ദിനെ ഒറ്റയ്ക്കേ കണ്ടിട്ടുള്ളൂ, ഈ ആൾക്കൂട്ടത്തെക്കുറിച്ച് എഴുതിയ ആൾ എപ്പോഴും ഒറ്റയ്ക്കാണല്ലോ, ഓരം ചേർന്ന് റോഡിനെ പോലും വേദനിപ്പിക്കാതെ ഓരം ചേർന്ന് ഇങ്ങനെ നടന്നു പോകും. ആനന്ദിനെ നമുക്കൊരു ആൾക്കൂട്ടത്തിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അയാൾ മറ്റുള്ള ആളുകളെ പോലെയല്ല. അപ്പോൾ എനിക്ക് അന്നേ എഴുത്തുകാരെക്കുറിച്ചും സൃഷ്ടികളെക്കുറിച്ചൊക്കെ ഒരു വലിയ ബോധമുണ്ട്. അപ്പോൾ മാതൃഭൂമിയുടെ കഥാമത്സരത്തിന് അയക്കുമ്പോൾ ഞാനന്ന് ആ കോളേജിൽ യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ യൂണിയൻ ചെയർമാൻ ഇലക്ഷന് ജയിക്കാനൊക്കെ ഒരു കൊച്ചു സമ്മാനം, അത്ര വലിയ ഗൗരവത്തിലൊന്നുമില്ല നമ്മളത് മത്സരത്തിന് അയക്കുന്നത്. പക്ഷെ അങ്ങനെ സമ്മാനം കിട്ടിയപ്പോൾ നമ്മൾ കുറേ കൂടി ഗൗരവമായി. എന്ന് അതിൻ്റെ സമ്മാനദാനത്തിന് സുഭാഷ് ചന്ദ്രനായിരുന്നു ഫസ്റ്റ് പ്രൈസ്, എനിക്ക് സെക്കൻഡ് പ്രൈസായിരുന്നു. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുള്ളൂ. സുഭാഷ് എനിക്ക് തോന്നുന്നു മഹാരാജാസിലെ PG സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു ഇത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എഴുതില്ലായിരുന്നിരിക്കും. അങ്ങനെ ഉയർന്നു വരാനുള്ള വാശിയോ അങ്ങനെയൊന്നുള്ള ഒരാളല്ല ഞാൻ. അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ തിക്കി നിറക്കി എൻ്റെ ശബ്ദം വേറിട്ട് കേൾക്കണം എന്നാ അങ്ങനെ മത്സരിച്ച് വരാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് ഞാൻ തന്നെയാണ് എനിക്ക് എന്നെപ്പറ്റി തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ തന്നെ കഥ എഴുതിയ ഒരാളായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വലിയ ലെഗസിയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നൊരാൾ എഴുതി വരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എഴുത്തിന് വേണ്ടത് വലിയ അനുഭവങ്ങളാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പത്രപ്രവർത്തകയാവാൻ തീരുമാനിച്ചത്. വലിയ അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് പത്രപ്രവർത്തനത്തിലെത്തിയത്. അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഒഴുക്കാണ്. നമുക്കൊരിക്കലും നമ്മൾ ആ തിരക്കിൽ നമുക്ക് അത് കഥയിലേക്കൊന്നും ആവാഹിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ഞാൻ അടുത്ത പടി കോളേജിൽ അധ്യാപികയാവാൻ തീരുമാനിക്കുന്നത്. അത് എൻ്റെ അടുത്ത പൊട്ട തീരുമാനമായിരുന്നു. അത് കുറേ കൂടി സംഘർഷത്തിലേക്കാണ് എന്നെ നയിച്ചത്. അത് ഈ പറഞ്ഞതുപോലെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നിടത്തുനിന്ന് ഇപ്പോൾ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് വിളിക്കുന്ന കോളുകളും അങ്ങനെയുള്ള കോളുകളൊക്കെ അത്തരം കോളുകൾ അഡ്രസ്സ് ചെയ്യുകയും ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറി പൈസ ഇപ്പം അയച്ചു തരണമെന്ന് വാശി പിടിക്കുന്ന എൻ്റെ കുട്ടി എനിക്ക് 2 മക്കളാണുള്ളത്. അവർ പോലും അങ്ങനെ വാശി പിടിക്കില്ല. പക്ഷെ എൻ്റെ സ്റ്റുഡൻസ് വാശി പിടിക്കും, ഇപ്പോൾ പൈസ തരണം, അങ്ങനെ തരണം, അങ്ങനെ എന്തും അവരുടെ മെൻറ്ററായിക്കോ. ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ അധ്യാപകരുടെ ഫോൺ നമ്പർ പോലും നമ്മുടെ കയ്യിലുണ്ടാവില്ല. എന്നെ PGക്ക് കേരളവർമ്മ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ 2 വർഷവും എന്നെ ഒരു അക്ഷരം പഠിപ്പിച്ചിട്ടില്ല, ക്ലാസ് റൂമിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ കോളേജിൽ ചെന്നത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. വളരെ പ്രശ്നസങ്കീർണവും വളരെ എന്താ പറയുക, ഓരോന്ന് ഇപ്പോൾ 4 ഇയർ ഡിഗ്രിയൊക്കെ വന്നപ്പോൾ നമ്മൾ എന്താ പറയുക, യേശുക്രിസ്തുവിന് സമാനരാണ് 5 അപ്പം കൊണ്ട് 5000 പേർക്കെങ്കിലും വീതിക്കേണ്ട ഒരു തൊഴിലാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ കഥയും നോവലിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈയിടെ ഒരു ചർച്ചയ്ക്ക് പങ്കെടുത്തു. അപ്പം ഞാൻ വളരെ അഭിമാനപൂർവ്വം പറഞ്ഞു, മലയാളത്തിലെ കഥയുടെ ഒരു ചരിത്രം എടുത്താൽ നോവല് കഥയേക്കാൾ വയസ്സനാണ്. 1884 ആദ്യത്തെ കുന്തലതയാണെങ്കിലും 1884, ഇന്ദുലേഖ 87. കഥ കുറച്ചുകൂടി ചെറുപ്പക്കാരനാണ്. 1891 ആദ്യത്തെ കഥ ജനിക്കുന്നത്. നോവലിന് പിന്നെയുണ്ട് 1854 മറ്റേ ട്രാൻസ്ലേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഥയ്ക്ക് വേണ്ടി വാദിക്കുക. സത്യത്തിൽ എൻ്റെ പ്രശ്നം എനിക്ക് നോവൽ എഴുതാൻ കഴിയാത്തതിൻ്റെ അപകർഷതയാണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അന്തർജനം ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നത് അന്തർജനം അഗ്നിസാക്ഷിയിൽ അത് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടാറ്. അഗ്നിസാക്ഷിയുടെ അവസാനം പറയുന്നുണ്ട് അവർ 65-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ നോവൽ എഴുതുന്നത്.
അപ്പോൾ അതിന് പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് ചെറിയ ചെറിയ സാഹിത്യ രൂപങ്ങളാണ് പലപ്പോഴും എഴുതാൻ സാധിക്കുകയുള്ളൂ, കാരണം അവർക്ക് പലപ്പോഴും സമയം ലഭിക്കുന്നില്ല. അപ്പോൾ പുതിയ കാലത്ത് അങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ കഥകൾ എഴുതിയ ഒരാളാണ്. ഈ പറഞ്ഞ പോലെ കഥകൾ എഴുതുക മാത്രമല്ല, വായിക്കുന്ന കാലത്ത് ഇപ്പം ഞാൻ CVയെ കണ്ടപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ കഥ വായിച്ചാൽ അതെന്നെ ആവേശിക്കാറുണ്ട്. ഇപ്പോൾ CVയുടെ കളിപ്പാട്ടങ്ങൾ എവിടെ വയ്ക്കും എന്നുള്ള കഥ, അങ്ങനെയാണ് ആ കഥയുടെ പേരെന്ന് ഓർമ്മ. ഈ കഥ വായിച്ച സമയത്ത് എനിക്ക് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഓരോ കളിപ്പാട്ടം വാങ്ങുമ്പോഴും ഈ CVയുടെ കഥയിൽ ആ കുട്ടി മരിച്ചിട്ട് അച്ഛൻ ആലോചിക്കുകയാണ് ഇവർക്ക് ആ കുഞ്ഞിന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങൾ എവിടെ വെക്കും ഇനി ഞാൻ എന്നുള്ള അച്ഛൻ്റെ സംഘർഷം. ഈ എൻ്റെ 2 കുഞ്ഞുങ്ങൾ മരിച്ചപ്പോഴും എൻ്റെ പേടി, ഇവരിപ്പോൾ മരിക്കും, ഇവരുടെ ഈ കളിപ്പാട്ടങ്ങൾ പിന്നെ എവിടെ വെക്കും. അപ്പോൾ ഓരോ കഥയായിട്ട് മാത്രമല്ല, അതെൻ്റെ ആത്മാവിലേക്ക് സ്വന്തം കഥയല്ല, മറ്റുള്ളവരുടെ കഥയും ആത്മാവിലേക്ക് എടുക്കുന്ന ശീലം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ കഥാകാരിയായത്. CV ബാലകൃഷ്ണനെയും രേഖയെയും കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പ്രയോഗം, ലക്ഷ്യത്തിലെത്തുന്ന അമ്പുകൾ വെറുതെ പിറക്കുന്നില്ല എന്ന പ്രയോഗമാണ്. എബ്രഹാം മാത്യുവിൻ്റെ പുതിയ പുസ്തകമായ നാരകത്തിൻ്റെ ഒരു തലക്കെട്ട് അതാണ്, ലക്ഷ്യത്തിലെത്തുന്ന അമ്പുകൾ വെറുതെ പിറക്കുന്നില്ല എന്ന്. എബ്രഹാം മാത്യുവിൻ്റെ കഥകളിൽ ഒന്നായ 4 പ്രതികൾ എന്ന കഥയിലെ 4-ാമൻ ആ കഥയിലൊരിടത്ത് നടത്തുന്നൊരു പ്രസ്താവനയുണ്ട്, അവർ അവരുടെ വഴി നോക്കട്ടെ, ഇനി ഞാൻ എൻ്റെ വഴി നോക്കും എന്ന്. കഥയെഴുത്തിൻ്റെ ആരംഭത്തിലേക്ക് ചെന്ന് നോക്കിയാൽ ഒരുപക്ഷെ ഏത് കഥാകൃത്തിനും ഓർത്തെടുക്കാൻ കഴിയുന്ന പ്രസ്താവനകളിലൊന്ന് അവർ അവരുടെ വഴി നോക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വഴി നോക്കേണ്ടതുണ്ട് എന്ന പ്രസ്താവനയാവും. എബ്രഹാം മാത്യുവിലെ കഥാകൃത്തിൻ്റെ ആരംഭത്തിൽ ചെന്ന് തൊടുമ്പോൾ അങ്ങനെ പറഞ്ഞൊരു എബ്രഹാം മാത്യുവിനെ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം കഥയെഴുത്തിന് 2 ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ആദ്യകാലത്ത് ഞാൻ CV ബാലകൃഷ്ണനൊക്കെ എഴുതി കഴിഞ്ഞ് ഒരു 85-86 സമയത്തൊക്കെയാണ് ഞാൻ എഴുത്തിനെ ഗൗരവമായി കാണുന്നത്, എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന മാതൃകകളെന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണൻ, TV കൊച്ചുവാവ, അക്ബർ കക്കട്ടിൽ, ഇങ്ങനെയുള്ളവരൊക്കെയാണ്. ഇപ്പോൾ കോഴിക്കോട് മാതൃഭൂമിയിൽ ചേരുമ്പോഴാണ് അതിനുള്ളൊരു കഥയുടെയും സാഹിത്യത്തിൻ്റെയൊക്കെ ഒരു പരിസരം രൂപപ്പെടുന്നത്. അപ്പോൾ അന്ന് ഈ അക്ബർ കക്കട്ടിലും കൊച്ചുവാവയൊക്കെ വളരെ ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുകയും താമസിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ അവരുടെ ഒരു സംഘത്തിൽ പെടുമ്പോഴാണ് ഈ സാഹിത്യത്തെക്കുറിച്ച്, ഈ മധ്യ തിരുവിതാംകൂറിൻ്റെയും പടിഞ്ഞാറൻ ഭാഗത്തിൻ്റെയൊക്കെ ഒരു അവശിഷ്ടങ്ങളുമായിട്ട് അവിടെ ചെന്ന എനിക്ക് ഒരു സാഹിത്യത്തെക്കുറിച്ചൊരു ബോധ്യമൊക്കെ ഉണ്ടാകുന്നത്, അല്ലെ സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധ്യമൊക്കെ ഉണ്ടാകുന്നത് ആ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് അവിടെ ആ സമയത്താണ് എഴുതാൻ തുടങ്ങുന്നത്. പിന്നീട് ആ സമയത്ത് എഴുതുമ്പോൾ ഒറ്റപ്പെട്ട മനുഷ്യരും എൻ്റെ ഒരു കാലഘട്ടം എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ സ്വാധീനവും ഒരു ആധുനികതയുടെ കടന്നുവരവും ഒക്കെ ചേർന്നിട്ട് ഒരു ആധുനികതയുടെ പിടിയിൽ അമർന്ന വിക്റ്റിം ആയിരുന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ. അപ്പോൾ അന്നത്തെ എഴുത്തിൽ അതിൻ്റെ ഒരു പ്രേരണയും സ്വാധീനവും ഒക്കെ ഉണ്ട്. അതിനെ മറികടന്ന് അന്നും എഴുതിക്കൊണ്ടിരുന്ന ആളാണ് ബാലകൃഷ്ണൻ. പക്ഷേ എൻ്റെ തലമുറയ്ക്ക് ഈ മുകുന്ദൻ്റെയും കാക്കനാടിൻ്റെയും ഒക്കെ സ്വാധീനത്തിൽ നിന്ന് അങ്ങനെ വഴിമാറാൻ തുടക്കത്തിൽ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഞാൻ കുറേ കഴിഞ്ഞിട്ട് മാധ്യമപ്രവർത്തനത്തിലേക്ക് ദൃശ്യമാധ്യമ പ്രവർത്തനത്തിലേക്ക് വന്നപ്പോഴാണ് കുറച്ചുകൂടി ജീവിതത്തെ റിയലിസ്റ്റിക്കായിട്ട് കാണാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നത് എവരുടെ മാത്രം ഒരു ഏർപ്പാടായിരുന്നു എന്നും വ്യാസൻ പറഞ്ഞു വെച്ച അസ്തിത്വ ദുഃഖത്തിനപ്പുറത്ത് വേറൊരു അസ്തിത്വ ദുഃഖം ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെ എനിക്ക് അന്ന് അനുഭവത്തിലൂടെ തോന്നി. അപ്പോൾ എഴുത്തിന് സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ വന്നു. അതും കഴിഞ്ഞപ്പോൾ ഞാൻ ദൃശ്യമാധ്യമ പ്രവർത്തനവും അവസാനിപ്പിച്ചു കുറേ വർഷത്തിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ എഴുത്തുകാരൻ്റെ സങ്കല്പലോകത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള വളരെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ മറ്റൊരു ലോകം ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ആ ലോകത്തിലേക്ക് ഒരു മൈക്കുമൊക്കെ ആയിട്ട് പോകാനും അത്തരം മനുഷ്യരുടെ ജീവിതകഥകൾ ആവിഷ്കരിക്കാനും കഴിഞ്ഞപ്പോൾ എൻ്റെ കഥാസങ്കല്പവും എഴുതാനുള്ള താല്പര്യവും രചനാ ശൈലിയുമൊക്കെ മാറിപ്പോയി. അതിന് ഞാൻ എൻ്റെ ദൃശ്യമാധ്യമ കാലഘട്ടത്തോട് നന്ദി പറയുകയാണ്. ഇപ്പോൾ എപ്പോഴും ഈ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കാറുണ്ടല്ലോ, മാപ്രകൾ എന്നൊക്കെ വിളിച്ചിട്ട്.
അതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ്, വലിയ അജണ്ടയാണ്. ഈ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല, ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് പറയാനുള്ളൊരു അജണ്ടയാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തുച്ഛമായ ശമ്പളത്തിൽ BA കുടിശ്ശികയ്ക്ക് വേണ്ടി സത്യാഗ്രഹം ചെയ്യുന്നവരുടെ മുമ്പിൽ പോയി വെയിലത്ത് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് സാധാരണ മാധ്യമ പ്രവർത്തകൻ. അവൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ആരും അറിയാറില്ല, ഓർക്കാറുമില്ല. മാധ്യമ മുതലാളിമാരെ ആരും വിമർശിക്കാറില്ല. പക്ഷേ 5000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ എന്നും മുതലാളിത്തത്തിൻ്റെ പ്രതീകവും ബൂർഷ്വാസിയുമാണ്. ഈ വൈരുദ്ധ്യം എന്നെ വല്ലപ്പോഴും എപ്പോഴും എന്നെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ രചനയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാണല്ലോ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളൊരു വാചകമുണ്ട്, ചരിത്രം ദുരന്തമായും പിന്നീട് പ്രഹസനമായും ആവർത്തിക്കപ്പെടും എന്ന് പറയാറുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്, ഈ ഒരു വൈരുദ്ധ്യത്തിൻ്റെ കാലഘട്ടത്തിൽ. കാരണം കഥാപാത്രങ്ങളെ കൊണ്ട് എൻ്റെ മുമ്പിൽ പോയ എഴുത്തുകാർ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തുകയും അതേ എഴുത്തുകാരൻ നമ്മൾ ഭരണകൂടത്തിനോടൊപ്പം നിന്നേ മതിയാവൂ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈരുദ്ധ്യം എൻ്റെ ഉറക്കം കെടുത്തുന്നതാണ്. ബാലകൃഷ്ണനെ പോലുള്ളവർ ഇതൊക്കെ ഒരുപാട് കേട്ടതുകൊണ്ട് ഒരു നിസ്സംഗത ഒരു പക്ഷേ തോന്നുന്നുണ്ടാവാം, എനിക്കറിയില്ല. ഇങ്ങനെയുള്ളൊരു വൈരുദ്ധ്യ ലോകത്താണ് ഇവിടെ നിന്നുകൊണ്ട് എഴുതാൻ നമ്മൾ ശ്രമിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളിലേക്ക് അധികം കിടക്കുന്നില്ല, എന്നാലും മധ്യ തിരുവിതാംകൂർ ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ഉണ്ടാകുന്നത് ആ ഭാഗത്താണ്. സാമൂഹിക മാറ്റങ്ങളുടെ ഏറ്റവും വലിയ ഒരു ലോകം അവിടെയാണ്. പള്ളികളിൽ പോകാൻ ആളില്ലെങ്കിലും ഒരു 5000 പേർക്ക് ഇരിക്കാവുന്ന പള്ളി പണിയുകയും അവിടെ 250 പേരായി ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം കാണാറുണ്ട്. മലയാളി എന്ന് പറയുന്ന വിഭാഗം തന്നെ ഭാവിയിൽ അസ്തമിക്കുമോ എന്ന് തോന്നാവുന്ന രീതിയിൽ സന്ധ്യയ്ക്ക് 7 മണിയോടുകൂടി അടച്ചു പൂട്ടപ്പെടുന്ന വീടുകളും വൃദ്ധരുടെ നിഴൽ രൂപങ്ങളും ഒക്കെ കണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു പള്ളിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആധിക്യമുള്ള പ്രദേശമാണ്. ഒരു പള്ളിയിൽ വൈദികനാവാൻ ഒരു അന്യസംസ്ഥാന തൊഴിലാളി താല്പര്യപ്പെടുന്നുവെന്നും അദ്ദേഹം മലയാളിയെ മാനസാന്തരപ്പെടുത്താൻ വൈദികനായി വരുന്നുവെന്നും ഞാൻ കേട്ടു. അപ്പോൾ ആ പള്ളി ഞാൻ സന്ദർശിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹം ജാർഖണ്ഡുകാരനായ ഒരു തൊഴിലാളിയാണ്, നാട്ടിൽ വന്നു, പല ജോലിയും ചെയ്തു. അപ്പോൾ ആ പള്ളിയിൽ ശുശ്രൂഷകനായിട്ട് വരാൻ ആ ഇടവേള ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഇദ്ദേഹം ഈ കൽപ്പണിക്ക് വന്നതാണ്. ആ ജോലി കളഞ്ഞിട്ട് അദ്ദേഹം കുറച്ചുകൂടെ ബൈബിളൊക്കെ വായിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം ശുശ്രൂഷകനായി. മാസം 35,000 രൂപ ശമ്പളവും ഒരു വീടും പിന്നെ കല്യാണവും മാമോദിസയൊക്കെ നടക്കുമ്പോൾ ടിപ്പും കിട്ടും. അപ്പോൾ ആ ഇടവകയിൽ തന്നെയുള്ള ബിടെക്കുകാർക്ക് കിട്ടുന്നത് 7,000 രൂപയും 10,000 രൂപയാണ്. ഇയാൾക്ക് ഇത്രയും പൈസയും കിട്ടുന്നുണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഇനി എൻ്റെ മകനെ ഞാൻ ഒരു പള്ളിയിലച്ചനാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിനുള്ള നടപടികൾ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ വിട്ടു വന്നപ്പോൾ വേറൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആസാമിയെ കണ്ടില്ലേ, അടുത്ത പള്ളിയിലെ കപ്പ്യാർ ആസാമിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് എനിക്ക് തോന്നുന്നു, ഈ മധ്യതിരുവിതാംകൂറിലെ വന്ന ഒരു സാമൂഹ്യ മാറ്റമാണ്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടൊരു കഥ ഞാൻ എഴുതുകയുണ്ടായി. തിരുവല്ല അറ്റ് 2050. 2050 പലയിടത്തും വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഈ പ്രദേശത്തും വരാവുന്ന മാറ്റമാണ് ആ കഥയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ആദ്യ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ ജീവിതവും ആധുനികന്മാരുടെ പിടിയിലമർന്ന കഷ്ടകാലവും കഴിഞ്ഞ് ഇങ്ങനെ എഴുതിയപ്പോൾ ഇതിനൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇത്തരം രചനകൾ കാണാൻ തോന്നുന്നു. ഈ നമ്മുടെ ഇതിൻ്റെ തച്ചുശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് ഞാൻ പറയുകയാണ്. അതിൻ്റെ ആന്തരിക സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രമേയപരമായിട്ടുള്ള സ്വീകാര്യത കൂടുതൽ വരുന്നത് സോഷ്യൽ ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു ഇപ്പോൾ. അത് എത്രത്തോളം കഥയുടെ സൗന്ദര്യശാസ്ത്രം അനുസരിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. പ്രമേയത്തിൻ്റെ ഒരു റിയാലിറ്റി കൂടുതൽ ആളുകളിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞിടയ്ക്ക് ഒരു യുവ എഴുത്തുകാരനാണെന്ന് തോന്നുന്നു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു, വാൽമീകി പുസ്തകം വായിച്ചിട്ടാണോ രാമായണം എഴുതിയത്? വായനയുടെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എന്തും എഴുതാം,
എന്തും പ്രസിദ്ധീകരിക്കാം. നമ്മളാണ് നമ്മുടെ റിപ്പബ്ലിക് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുമ്പ് നമ്മുടെ ചരിത്രം എന്തായിരുന്നു നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് കിട്ടുന്ന കയ്യടി അതും ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ആളുകൾ ഇപ്പോൾ എഴുതാൻ ശ്രമിക്കുന്നതും എനിക്ക് മുമ്പുണ്ടായിരുന്ന പല ആളുകളും എടുക്കുന്ന നിലപാടുകളോട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്. ഈ അടുത്ത ദിവസം ഇപ്പോൾ നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ഇഷ്യൂസിനെയാണല്ലോ നമ്മളെല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ആധുനികരുടെ കാലത്ത് പിന്നെ അസ്തിത്വ ദുഃഖം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാറി പലതരത്തിലുള്ള ഒറ്റപ്പെടലിനെ കുറിച്ചൊക്കെ എഴുതി. എം ടിയുടെയും പത്മനാഭൻ്റെയൊക്കെ കാലത്ത് മറ്റൊരു തരത്തിലുള്ള ഏകാന്തതയെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ പൊതു ഇടങ്ങളിൽ ഒരു മനുഷ്യനും സെക്യൂർഡല്ല, സുരക്ഷിതനല്ല. അതാണായാലും പെണ്ണായാലും. നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നു, അല്ലെ വണ്ടിയിൽ പോകുന്നു, ഒരു ചെറിയ അസ്വാസ്ഥ്യം മതി, അടുത്ത ജംഗ്ഷനിൽ ഗൂണ്ട പരുവത്തിൽ 5 പേര് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇതൊരു 25 വർഷം മുമ്പ് കേരള സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. ഈ അഗ്രസീവ്നെസ്, വയലൻസ്, ഈ വയലൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലേ? എനിക്ക് തോന്നുന്നു ആണ് എന്ന്. ഡോക്ടർ എം വി പിള്ള കഴിഞ്ഞ ദിവസം, പ്രസിദ്ധനായ ഡോക്ടറാണ് അദ്ദേഹം, മലയാള മനോരമ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഈ വയലൻസിന് കാരണം ലോങ് കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. കോവിഡ് വന്നിട്ട് അസ്തമിച്ചിട്ടില്ല, ആ ലോങ് കോവിഡ് നിലനിൽക്കുന്നു. അതുകൊണ്ട് ലോകമെമ്പാടും മനുഷ്യർക്കിടയിൽ ഇത്തരം തീവ്ര നിലപാടുകൾ, തീവ്ര മനോഭാവം, പ്രതികരണങ്ങൾ രൂപപ്പെടുന്നു എന്നാണ് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് എഴുതിയത്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലും തോന്നുന്നു, തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ല. ഇവിടെ ഈ വഴിയോരത്ത് മനുഷ്യൻ വിചാരണ ചെയ്യപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഴുത്തുകാരായ നമുക്കതെങ്ങനെ ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാത്തിനെയും പ്രമേയമാക്കി കഥ എഴുതണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് സാധ്യവുമല്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യവുമില്ല. ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ ഇതൊക്കെയാണെന്ന് ഞാൻ പറയുകയായിരുന്നു. മുമ്പുണ്ടായിരുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറപ്പെടുകയും കുറച്ചുകൂടി തീവ്രമായ യാഥാർത്ഥ്യങ്ങൾ ഓരോ എഴുത്തുകാരൻ, ഓരോ കലാകാരൻ, ഓരോ ആർട്ടിസ്റ്റിൻ്റെയും മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഞാൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാരുടെ കൃതികളിൽ ഉണ്ടോ എന്ന് ഞാൻ ആത്മപരിശോധന നടത്താറുണ്ട്. മാറുന്ന കേരളം എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു, എനിക്ക് അത്രയും റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞാനങ്ങനെ ആധികാരികമായിട്ട് എനിക്ക് പറയാനും കഴിയില്ല. പക്ഷേ നമ്മൾ ആക്ഷേപിക്കുന്ന കച്ചവട സിനിമകളിൽ ഈ മാറുന്ന കേരളത്തിൻ്റെ രൂപഭാവങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്നും സിനിമകൾ പ്രിയപ്പെട്ട മീഡിയമായിരുന്നു, സംശയമൊന്നുമില്ല. ഇപ്പോൾ കൂടുതൽ പ്രിയങ്കരമാവുകയും, പണ്ട് ജയനെന്ന് നസീർ എന്നൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്, ജയൻ, നസീർ, മധു എന്നൊക്കെയാണ്. ഇപ്പോൾ ലാലേട്ടൻ അല്ലെ മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇൻറ്റിമസി ഇങ്ങനെ അങ്ങോട്ട് വഴിഞ്ഞൊഴുകുന്ന നിലയിലേക്ക് വന്നത് ഈ പ്രിയങ്കരമായിട്ടുള്ള അവസ്ഥ കൂടിയത് കൊണ്ടാവാം എന്നെനിക്ക് തോന്നുന്നു. പണി എന്ന് പറയുന്നൊരു സിനിമ കണ്ടു. അതിൽ 2 ചെറിയ കുട്ടികളെയാണ് വില്ലന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിഷ്വൽ മീഡിയ നിങ്ങൾ നോക്കിക്കോളൂ, വൈകുന്നേരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന, ലഹരി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാവരുടെയും രൂപഭാവങ്ങൾ കണ്ട് ഇതുപോലെയാണ്. സാഹിത്യത്തിന് ഇതുപോലുള്ള ഒരു റിയാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യാൻ എഴുത്തുകാരന്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് കഴിയുന്നുണ്ടോ എന്ന് ഞാൻ ആത്മപരിശോധന നടത്താറുണ്ട്. എങ്ങനെയാണ് എഴുതി തുടങ്ങിയത് എന്ന പരിശോധനയാണ് 1ാം റൗണ്ടിൽ വന്ന് എബ്രഹാം മാത്യുവിലൂടെ സിനിമയിലെത്തി നിൽക്കുന്നത്. 1988 സിനിമ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, CV ബാലകൃഷ്ണൻ്റെ തിരക്കഥയിൽ ലെനിൻ രാജേന്ദ്രൻ ചെയ്ത ഒരു സിനിമയുണ്ട്, പുരാവൃത്തം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. 1ാം റൗണ്ടിനിടാവുന്ന തലക്കെട്ട് ആ തലക്കെട്ടാണ്. അതേ വർഷം തന്നെ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രങ്ങളിലൊന്നായ KG ജോർജിൻ്റെ ഒരു സിനിമയും CV ബാലകൃഷ്ണൻ്റെ കഥയിലും തിരക്കഥയിലും വന്നിട്ടുണ്ട്. മറ്റൊരാൾ എന്നാണ് ആ സിനിമയുടെ പേര്. മറ്റൊരാളായി നിൽക്കുക എന്നതാണ് മലയാള കഥയിലെന്നല്ല ലോകകഥയിൽ തുടരാൻ ഏറ്റവും അനിവാര്യമായ ഒന്ന്. 50 ആണ്ടുകൾക്കിപ്പുറത്തും
മറ്റൊരാളായി നിൽക്കാൻ കഴിയുന്നു എന്നതുകൊണ്ടാവും സി വി ബാലകൃഷ്ണൻ എക്കാലത്തും പുതിയ കഥാകൃത്തായി നമുക്ക് തോന്നുന്നത്. കൊല്ലം പറഞ്ഞു പറഞ്ഞ് പിന്നോട്ട് പോകുമ്പോൾ നാം അത്ഭുതപ്പെടുന്നതും സി വി ബാലകൃഷ്ണൻ ഇത്ര വയസ്സായോ എന്ന് അമ്പരക്കുന്നതുമെല്ലാം അദ്ദേഹം മറ്റൊരാളായി തുടരുന്നത് കൊണ്ടാവും. മറ്റൊരാളായി തുടരാൻ എങ്ങനെ ആണ് കഴിയുന്നത്, അതിനെന്ത് പണിയാണ് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റാത്ത രഹസ്യമാണ്. പക്ഷേ ഇതിൽ നമ്മളിത് വളരെ ചെറുപ്പം മുതലേ എഴുതാൻ ആരംഭിച്ച ഒരാളാണ്. എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ധർമ്മമെന്ന് തീരുമാനിച്ച ഒരാളാണ്. എഴുത്തുകാരാവുന്നത് എഴുത്തുകാരനാവാൻ തീരുമാനിക്കുമ്പോഴാണ് എന്ന് മരിയോ വാർഗസ് യോസ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴല്ല, നമ്മൾ എഴുത്തുകാരനാവണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ എഴുത്തുകാരായിത്തീരുന്നത്. അതുകൊണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന എത്രയോ മുമ്പേ ഞാൻ എഴുത്തുകാരനായിരുന്നു എന്നാണ് യോസ ഒരിക്കലും പറഞ്ഞത്. അദ്ദേഹം പിന്നീട് നോബൽ സമ്മാനം കിട്ടി. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു പെറുവിൽ. അപ്പം അങ്ങനെ ഈ തീരുമാനിക്കുകയും ഈ കഥയുടെ ഒരു തത്വശാസ്ത്രം മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത്. നമ്മൾ ആരെയും അനുകരിച്ചിട്ടല്ല എഴുതാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കാലത്തൊക്കെ ഇപ്പോൾ MT വാസുദേവൻ നായരുടെ കഥകൾ വായിക്കുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു വൈകാരികമായ സ്വാധീനം ഉണ്ടാക്കിയ കഥകളാണ് MTയുടെ കഥകൾ. അതിൻ്റെ കാരണം MTയുടെ ഒരു പശ്ചാത്തലവും ജീവിത പശ്ചാത്തലവും എൻ്റെ പശ്ചാത്തലവും ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. ഞങ്ങൾ മലബാറിൻ്റെ 2 ഭാഗത്താണ്. MT തെക്കേ മലബാറിലും ഞാൻ വടക്കേ മലബാറിലുമാണ്. പക്ഷേ MT അനുഭവിച്ച മരുമക്കത്തായ്മ പറയുന്ന വ്യവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥയിലെ പല കഥാപാത്രങ്ങളും, ഈ അമ്മാവന്മാരും ഇത്തരം നിസ്സഹായമായിട്ടുള്ള അമ്മയും ആഘോഷിക്കപ്പെടാത്ത പിറന്നാളും ഈ അപമാനങ്ങളും ഒക്കെ അന്ന് വായിക്കുമ്പോൾ ഇതൊക്കെ എൻ്റെ അനുഭവമാണല്ലോ എന്ന് തോന്നുമായിരുന്നു. പക്ഷേ ഞാനത് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല. കാരണം അത് MT അതൊക്കെ എഴുതിപ്പോയതുകൊണ്ട് നമ്മളെ ആ മേഖല അപ്പോഴെന്നെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ അതേപോലെ ഇപ്പം എബ്രഹാം മാത്യു പറഞ്ഞതുപോലെ ഞാൻ ഒക്കെ എഴുതാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അതിലത്തെ പുതിയൊരു തരംഗം ഉണ്ടായി കഴിഞ്ഞിരുന്നു. പുതിയ ഒരു സാഹിത്യ ഭാവുകത്വത്തിൻ്റെ ഒരു തരംഗം അത് വളരെ ശക്തമായിരുന്നു, വളരെ തീവ്രമായിട്ടുള്ള ഒന്നായിരുന്നു അതുണ്ടായിരുന്നത്. അത് കാക്കനാടനും OV വിജയനും മുകുന്ദനും ഒക്കെ ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു നവീന ഭാവുകത്വം ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ വായനക്കാരനായിരുന്നു, പക്ഷേ ഞാനതിൻ്റെ അനുകർത്താവായിരുന്നില്ല ഒരിക്കലും. ആ രീതിയിൽ ഒരു കഥ പോലും ഞാൻ എഴുതുവാനും ശ്രമിച്ചിട്ടില്ല. അതിനുശേഷം പിന്നെയും പുതിയ എഴുത്തുകാർ വന്നു. പുനത്തിൽ കുഞ്ഞുപിള്ളയുണ്ടായി, പത്മരാജനെ പോലുള്ളവരുണ്ടായി. ഇവരുടെയൊക്കെ കഥകൾ നമ്മൾ വായിക്കുമ്പോഴും അവരുടെ രീതിയിൽ എഴുതാൻ വേണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, നമ്മുടേതായിട്ടുള്ളൊരു രീതി. അപ്പോൾ അതിന് നമ്മൾ വായിക്കുന്ന ഒരുപാട് പ്രത്യേകിച്ചും വിദേശ ഭാഷകളിൽ നിന്നുള്ള കഥകൾ, ചെക്കോവിൻ്റെ കഥകൾ, മപ്പസാങ്ങിൻ്റെ കഥകൾ, ഹെമിംഗ്വേയുടെ കഥകൾ, ആ കഥകളിലൊക്കെയുള്ള ഒരു തത്വശാസ്ത്രമുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ അതിനൊരു മിനിമലിസം എന്ന് പറയാവുന്ന ഒരു സങ്കേതമുണ്ട് അതിനകത്തൊക്കെ. അതിന് വളരെ കൂടുതൽ പറയാതിരിക്കുക, വളരെ മിനിമൽ മാത്രം പറയുക. നമ്മളെ ഇപ്പോഴത്തെ മലയാള കഥ ഈ വളരെ ദീർഘമായിട്ടുള്ള ആഖ്യാനങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും 10-20 പേജ് 25 പേജൊക്കെയാണ് കഥ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ചെക്കോവ് എഴുതിയിട്ടുള്ള കഥ, ഹെമിംഗ്വേ എഴുതിയിട്ടുള്ള കഥ, ആധുനിക അമേരിക്കൻ സാഹിത്യത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള റെയ്മണ്ട് കാർവർ എഴുതിയിട്ടുള്ള കഥ, ഇവരൊക്കെ ഒരു മിനിമലിസത്തിൻ്റെ ആൾക്കാരാണ്. വളരെ കുറച്ച് മാത്രം പറയാം, പറയാനുള്ളത് പറയാതിരിക്കുക. ഒരു ഐസ്ബർഗ് എന്ന് പറയുന്ന ഐസ്ബർഗ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഹെമിംഗ്വേ ആവിഷ്കരിക്കുകയുണ്ടായി. അപ്പോൾ ഹെമിംഗ്വേ പറയുന്നത് ആ കഥയുടെ ഈ ഹിമവാഹിനിയുടെ മുകളറ്റം മാത്രമാണ് കഥ എന്നാണ്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അതിൻ്റെ അടിയിലാണുള്ളത്, ജലത്തിനടിയിലാണുള്ളത്. നമ്മൾ ആ മുകളിലുള്ള ഭാഗം മാത്രം നമ്മൾ വായിക്കുന്നു. നമ്മൾ അതിൽ നിന്ന് ആ അടിയിലെന്താണോ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതാണ് മിനിമലിസം. നമ്മൾ മുഴുവൻ കാര്യങ്ങളും പറയേണ്ട കാര്യമില്ല, ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. ഈ ചെക്കോവ് വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കഥയ്ക്ക് തുടക്കവും അവസാനവും ആവശ്യമില്ല എന്നാണ്. വളരെ വിചിത്രമായിട്ട് തോന്നാമത്. കഥയ്ക്കൊരു ബിഗിനിങ്ങും ഒരു എൻഡും ആവശ്യമില്ല എന്ന് വിശ്വസിച്ച ആളാണ് ചെക്കോവ്. അദ്ദേഹം പറഞ്ഞത് കഥ എന്ന് പറഞ്ഞാൽ എ സ്ലൈസ് ഓഫ് ലൈഫ് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. ജീവിതത്തിൻ്റെ ഒരു തുണ്ട്, ജീവിതം എന്ന് പറയുന്ന വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ അതിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു തുണ്ട് മാത്രമാണ് കഥ എന്ന് പറയുന്നത്. അതാണ് അങ്ങനെ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. റെയ്മണ്ട് കാർവറും അത് തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കഥകൾ വായിച്ചു നോക്കി അറിയാം.
അദ്ദേഹം വളരെ കുറച്ച് മാത്രമാണ് പറയുന്നത്. റെയ്മണ്ട് കാർവറുടെ അമേരിക്കൻ സാഹിത്യത്തിലെ ഈ ഹെമിംഗ്വേക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് ലോക കഥയിലെ ആചാര്യന്മാരിൽ ഒരാളായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളുടെയൊക്കെ ഓരോ കഥയ്ക്കും അവയുടെ വിശദീകരണങ്ങളുണ്ട്, പിന്നീട് പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ കഥയ്ക്കും. അതുകൂടെ വായിക്കുമ്പോഴേ നമുക്ക് ആ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാവുകയുള്ളൂ. കാരണം അദ്ദേഹം അത് ഒരു വാക്യത്തിൽ, ഒരു ചെറിയ സൂചനയിൽ ഒക്കെയാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളത് ഒരു പെട്ടെന്നുള്ള വായനയിൽ ചിലപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ അതിനകത്ത് ഒരു കഥയിൽ, ഞാൻ ഈ അടുത്തിടെ വായിച്ച ഒരു കഥയിൽ അദ്ദേഹം ഒരു രതിക്രിയയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കഥയിലെ 2 പേര് രതിയിൽ ഏർപ്പെടുന്നതെന്ന്. അപ്പോൾ അത് പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം അതിനകത്ത് ഇല്ല. നമ്മളത് പെട്ടെന്ന് വായിച്ചു പോകും. പക്ഷേ നമ്മളൊരു കഥാകൃത്താണെങ്കിൽ അത് 2 പേജിൽ വിവരിക്കും. അത് 2 പേജിൽ വിവരിച്ചാൽ അതിൽ ആവേശഭരിതനാകും. പക്ഷേ ഈ കാർവറുടെ കഥയിൽ ഒരു വരിയിൽ, ഞാൻ പിന്നീട് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഒരു വരിയിൽ പറയുന്നുണ്ട് ഈ കാര്യം. ആ ഒറ്റ വരി മതി അത്. പക്ഷേ അധികം അതിൻ്റെ സൂചന തന്നിട്ടുണ്ട്. ഇങ്ങനെ കാർവറിൻ്റെ ഓരോ കഥയിലേക്കും വ്യാഖ്യാനങ്ങളുണ്ട്. വ്യാഖ്യാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദീർഘമായിട്ട് വ്യാഖ്യാനങ്ങൾ, ഇന്നതൊക്കെയാണ് അതിൻ്റെ അതിലത്തെ ഉള്ളടക്കം, അതിലെ പ്രമേയങ്ങൾ ഇന്നതൊക്കെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന രീതിയിൽ. അപ്പോൾ അത് ആ ഒരു മിനിമലിസ്റ്റ് സങ്കേതമാണ് ഞാൻ പിന്തുടർന്ന് പോകുന്നത് ആദ്യം മുതലേ, തുടക്കം മുതലേ ഇപ്പോഴും. ഇപ്പം രേഖ നേരത്തെ പറഞ്ഞ കളിപ്പാട്ടങ്ങളെവിടെ സൂക്ഷിക്കുന്നതാണ്, കളിപ്പാട്ടങ്ങളെവിടെ സൂക്ഷിക്കുന്നുള്ള കഥ, അത് എം ടി വാസുദേവൻ നായർ മാതൃഭൂമിയിൽ എഡിറ്ററായിരിക്കുമ്പം വന്ന എൻ്റെ 2ാമത്തെ കഥയാണ്. 1ാമത്തെ കഥയും എം ടി തന്നെയാണ് പ്രസിദ്ധീകരിച്ച്. തുടരെയുള്ള കുറേ കഥകൾ പ്രസിദ്ധീകരിച്ചത് എം ടി തന്നെയായിരുന്നു. അതിൽ 2ാമത്തെ കഥയാണ് കളിപ്പാട്ടങ്ങളെവിടെ സൂക്ഷിക്കുന്നത്. അത് എം ടി തന്നെ അതിനോട് പറഞ്ഞു, നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വളരെ പിശുക്കിയിട്ടാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാലും അത് വായിച്ചപ്പോഴും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മുടെ അനുഭവമല്ല നമ്മൾ ആവിഷ്കരിക്കുന്നത് ഒരിക്കലും. അപ്പോൾ എൻ്റെ അനുഭവങ്ങളാണ് ആവിഷ്കരിക്കുന്നതെങ്കിൽ എൻ്റെ കഥാലോകം ആകെ വ്യത്യസ്തമായിരുന്നു, ഒന്നിനും കൊള്ളാത്തതായി മാറുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ അനുഭവ ലോകമാണ് ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാൻസർ ചികിത്സാലയത്തിൽ നിന്ന് ഒരു മകനെ മടക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു അച്ഛൻ, ആ അച്ഛൻ്റെ മനസ്സെന്താണ്, ഈ കുട്ടിയുടെ മനസ്സെന്താണ്, അച്ഛൻ്റെ ചുമലിൽ കിടക്കുന്ന ആ കുട്ടിയുടെ മനസ്സെന്താണ്. കുട്ടിക്കറിയാം അവൻ മരിച്ചു പോവുകയാണെന്ന്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവർ മടങ്ങി വരികയാണ്. ആ മടങ്ങി വരുമ്പോൾ അവർ കാണുന്ന ചില വിഷ്വൽസൊക്കെ ഉണ്ട്. ഒരു കല്യാണ യാത്ര കാണുന്നു, ഒരു കുട്ടി വഴിക്കുന്ന ഇങ്ങനെ കൈവീശുകയൊക്കെ ചെയ്യുന്ന വിഷ്വൽസ് ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പെട്ടെന്നൊരു മഴ വരുമ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് അവർ നിൽക്കുമ്പോൾ ഈ അച്ഛൻ്റെ തോളിൽ ഒരു നനഞ്ഞ ഇല പോലെ ഇങ്ങനെ പറ്റിക്കിടക്കുന്ന ആ കുട്ടി ചോദിക്കുകയാണ്, അവൻ്റെ കളിപ്പാട്ടങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുക, അവനില്ലാതായാൽ. വളരെ കഷ്ടിച്ച് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു അവൻ്റെ കളിപ്പാട്ടങ്ങളെക്കുറിച്ച്, അവ എവിടെ സൂക്ഷിക്കും അവൻ ഇല്ലാതായാൽ. ഇതാണ് ആ കഥ. അത്രയേ ഉള്ളത്, 1.5 പേജോ 2 പേജോ മറ്റേ ഉള്ളൂ കഥ. വളരെ ചെറിയൊരു കഥയാണ്. അപ്പോൾ ഈ ഒരു രചനാ രീതി, അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഇതിൻ്റെ കഥയുടെ ആ ശില്പതന്ത്രം എന്ന് പറയാവുന്ന ഒന്ന് ആദ്യം മുതലേ അത് അനുവർത്തിച്ചു പോരുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു ശില്പബോധം ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ അബ്രഹാം മാത്യു പറഞ്ഞ പോലുള്ള നമ്മുടെ ഈ മാറി വരുന്ന യാഥാർത്ഥ്യങ്ങൾ, അതിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കല്പങ്ങൾ മാറുന്നു, പ്രണയസങ്കല്പങ്ങൾ മാറുന്നു, ഈ മനുഷ്യബന്ധങ്ങൾ തമ്മിൽ മാറുന്നു, മൂല്യങ്ങൾ മാറുന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഈ പഴയ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങൾ അതിനെക്കുറിച്ച് മാറുന്നു. അധ്യാപകനോട് പോയിട്ട് നീ പുറത്തിറങ്ങിയാൽ നിന്നെ കൊല്ലുമെന്ന് പറയുന്ന വിദ്യാർത്ഥിയെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ മാറുന്ന ഹിംസാത്മകമായിട്ടുള്ള ഒരു സാഹചര്യത്തെ, അതേപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഈ അധികാരമാണ്. അധികാരത്തോടുള്ള കലഹമാണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണയോ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമാവുകയോ അല്ല ചെയ്യേണ്ടത്. നമ്മൾ ഈ ദുഷിച്ചു പോകുന്ന ഒരു അധികാരത്തോട് കലഹിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം. അപ്പം അത് ഞാൻ എഴുതിയിട്ടുള്ള സ്വേച്ഛ എന്ന് പറയുന്ന കഥയിൽ അത് സ്റ്റാലിനെ വെച്ചുകൊണ്ടാണ് ആ കഥ എഴുതിയത്. പക്ഷെ അത് വായിക്കുമ്പോൾ അത് നമ്മുടെ ഒരു സാഹചര്യത്തിലാണോ അത് എഴുതിയതെന്ന് നമുക്ക് തോന്നും. കാരണം ഈ സ്വേച്ഛാധികാരം, അമിതാധികാരം വരുന്ന സ്ഥലങ്ങളിൽ മുഴുവനും അത് പ്രസക്തമായിട്ട് നമുക്ക് തോന്നും. ഒരു ശത്രുവിനെ ഈ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലുന്ന ഒരു സമ്പ്രദായം ആവിഷ്കരിച്ചത് സ്റ്റാലിനാണ്. അതിൽ ഈ ട്രോട്സ്കി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുയായിയായിരുന്ന നേതാവായിരുന്ന മനുഷ്യനെ
പല രാജ്യങ്ങളിലൂടെ കൊലയാളികളെ വിട്ട് പിന്തുടർന്ന് അവസാനം മെക്സിക്കോയിൽ വെച്ചിട്ട് അവർ മഴ കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. 2 വട്ടേ വെട്ടിയുള്ളൂ, 52-ലേക്കൊന്നും പോയില്ല എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഇത് ലോകത്ത് എവിടെയും ഉണ്ടാകുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള ഒരു ഇതാണ് സ്വേച്ഛ എന്ന് പറയുന്ന കഥയിൽ പറഞ്ഞത്. അപ്പോൾ അത് ഈ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളതും അത് നമ്മുടേതായിട്ടുള്ള ഒരു രചനാബോധം ഉപയോഗിച്ച് അത് ആവിഷ്കരിക്കുക എന്നുള്ളതും ചെയ്തുകൊണ്ടാണ് നമ്മുടെ എപ്പോഴും ഇങ്ങനെ പുതുക്കി സ്വയം പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറയട്ടെ. ഒരുപാട് നേരം കേൾക്കാനുണ്ട് എല്ലാവരെയും, അത്രമാത്രം നേരം നമ്മളുടെ മുമ്പിലില്ല. നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ 1 മിനിറ്റ് മാത്രം എനിക്ക് അബ്രഹാം മാത്യുവിനോടും കെ രോഗയോടും ചോദിക്കാനുണ്ട്. ഇങ്ങനെ വൻമരങ്ങളുടെ കാലം തന്നെയായിരുന്നു എബ്രഹാം മാത്യുവിൻ്റെ കാലവും. ഞാൻ നേരത്തെ നാരകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ പുസ്തകത്തിലേക്ക് കടക്കുന്നത് കാട്ടുമരങ്ങൾക്കിടയിൽ ഒരു നാരകം പോലെ എന്ന പ്രയോഗത്തിലാണ്. അങ്ങനെ കാട്ടുമരങ്ങൾക്കിടയിലുള്ളൊരു നാരകമായിരുന്നില്ല മലയാള കഥയ്ക്ക് എബ്രഹാം മാത്യു. പല കഥാകൃത്തുക്കളെയും പോലെ നരകവുമായിരുന്നില്ല എബ്രഹാം മാത്യു. എന്നാലും വേരുറപ്പിക്കാൻ പെടാപ്പാടുണ്ട് എന്ന് തോന്നിയ ഘട്ടം ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണല്ലേ, ഈ ദൃശ്യമാധ്യമത്തിൽ വരുമ്പോഴേ ആളുകൾക്ക് നമ്മൾ വിസിബിളാണ്. മാധ്യമപ്രവർത്തകർ പ്രിൻ്റിലാവുമ്പോൾ അത്രയും പ്രശ്നമില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകരായ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഞാൻ എഴുതുന്ന ആളും എഴുതുന്നവരുടെ ഇടയിൽ മാധ്യമപ്രവർത്തകനുമാണ്. അപ്പോൾ ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു ഡുവൽ ഐഡൻറ്റിറ്റിയിൽ ആരോപിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ആ മേഖലയിൽ നിന്ന് മാറിയേക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. കുറച്ചുകൂടെ പ്രായത്തിൻ്റെ പ്രശ്നവും ഒക്കെ വരുമ്പോഴത്തേക്ക് ദൃശ്യമാധ്യമത്തിൽ അങ്ങനെ നമുക്ക് സജീവമാകാൻ കഴിയില്ല. അങ്ങനെയുണ്ട്. പക്ഷേ എനിക്ക് ബാലകൃഷ്ണനെ പോലുള്ള എനിക്ക് മുമ്പേ എഴുതിയ ആളുകളുമായിട്ടൊക്കെ വളരെ എൻ്റെ തുടക്കത്തിൽ തന്നെ നല്ല സ്നേഹബന്ധവും സൗഹാർദ്ദവും നിലനിർത്താൻ കഴിഞ്ഞു. അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് അക്ബറും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും പോലുള്ള കോഴിക്കോട്ടെ സൗഹൃദ വലയങ്ങൾ എൻ്റെ രചനാ ജീവിതത്തിന് വലിയ പ്രയോജനം ചെയ്തിട്ടുണ്ട്. കാരണം മധ്യതിരുവിതാംകൂറിലായിരുന്നെങ്കിൽ ഞാൻ ആകപ്പാടെ ഒറ്റപ്പെട്ടു പോയേനെ. അവിടെ എഴുത്തുകാരനെന്ന് പറഞ്ഞാൽ ആധാരം എഴുതുന്ന ആളാണോ എന്ന് ചോദിക്കുന്ന ആളുകളുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ പ്രയോജനമുണ്ടായി. പിന്നെ ലജീഷ് ചോദിച്ച പോലെ വേരുറപ്പിക്കുക അല്ലെങ്കിൽ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു ഗ്രോത്തിൻ്റെ റേറ്റ് ഞാൻ മനസ്സിൽ വെക്കുന്നില്ല. നമ്മളിത് നിരന്തരമായിട്ടൊരു പ്രക്രിയയാണ്. ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മൾ സ്വയം പുതുക്കുകയും പുതിയ മൂല്യബോധങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും എഴുതാൻ ശ്രമിക്കുകയും സ്വയം നവീകരിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഏതൊരു പ്രവൃത്തിയിലും അഭികാമ്യമായതുപോലെ എഴുത്തിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ശ്രമിക്കുന്നത്. പുതുക്കി മുന്നോട്ട് പോകുന്ന ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അങ്കമാലിയിലെ മാങ്ങാക്കറിയും നിൻ്റെ അപ്പവും വീഞ്ഞു എന്ന കഥയിൽ അങ്ങനെയൊരു റോഡിലേക്ക് കയറുമ്പോൾ അതിലെ അരവിന്ദനും ശ്രീജയും ഒരു റോഡിലേക്ക് കയറുമ്പോൾ കേരേഖ എഴുതുന്നുണ്ട്. അതിൻ്റെ കഥാപാത്രം ശ്രീജയോട് പറയുന്നുണ്ട്, അപകടം പിടിച്ച വഴിയിലേക്കാണ് പോകുന്നത് ചേച്ചി, ഒന്ന് മുറുക്കി പിടിക്കണേ എന്ന്. പെണ്ണെഴുതി തുടങ്ങുമ്പോൾ കേട്ട സാരോപദേശ കഥകളിലെ ആദ്യത്തെ വരി ഒരുപക്ഷെ അതായിരിക്കുമെന്ന് കൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. അപകടം പിടിച്ച വഴിയിലേക്കാണ് പോകുന്നത് ചേച്ചി, ഒന്ന് മുറുക്കി പിടിക്കണേ എന്ന്. അങ്ങനെ അപകടം പിടിച്ച വഴിയിലെ കല്ലിലും മുള്ളിലൂടെയും കടന്നു വന്ന 30 ആണ്ടുകൾക്ക് ഇപ്പുറത്തുള്ള ഇരിപ്പാണ് സത്യത്തിൽ മലയാള കഥയ്ക്ക് കേരേഖ എന്ന് പറയുന്നത്. ആ യാത്ര, ആ വഴിയിലൂടെയുള്ള കഷ്ടപ്പെട്ടുള്ള യാത്ര ഒന്ന് ചുരുക്കി ഓർക്കാൻ പറ്റുമോ? ലിജീഷ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, എബ്രഹാം മാത്യു പറഞ്ഞു തിരുവല്ല 2050 എന്ന് പറയുന്ന കഥ എഴുതിയെന്ന്. കേരളത്തിലെ പത്രങ്ങൾ, എബ്രഹാം മാത്യുവിന് അത് എഴുതാൻ പറ്റി. കേരളത്തിലെ പത്രങ്ങൾ അതിനൊന്ന് ശ്രമിച്ചപ്പോൾ കഴിഞ്ഞ മാസം എത്ര വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ പത്രങ്ങൾ നേരിട്ടത് എന്ന് നമ്മളൊക്കെ കണ്ടു. 2050 കഥാകൃത്തിന് ഭാവന ചെയ്യാൻ പറ്റും, പക്ഷേ പത്രങ്ങൾക്കത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാരന് മാത്രം കിട്ടുന്ന സ്വാതന്ത്ര്യമുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ വരുമ്പോൾ പലരും ഭയപ്പെടും. ഞാൻ ജോലിക്ക് കയറിയ 2 സ്ഥാപനങ്ങളിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. അതിലൊരു സ്ഥലത്ത് ഒരാൾ പറഞ്ഞ ഒരു കമൻ്റ് ഉണ്ട്, അവർ കഥ എഴുതുന്നയാളാണ്, അവർക്ക് വലിയ സദാചാരമൊന്നും കാണില്ല എന്ന്.
അപ്പം ഞാൻ അതെനിക്ക് വലിയൊരു, കാരണം മാധവിക്കുട്ടിയൊക്കെ വലിയ കുഴപ്പക്കാരിയായിരുന്നു. അപ്പോൾ കഥ എഴുതുന്നയാൾക്ക് വലിയ സദാചാരമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ആലോചിച്ചു, 4ാം ക്ലാസ്സിൽ വെച്ച് വേണു നാഗവള്ളി പ്രേമിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രേമങ്ങളൊക്കെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. എങ്കിലും ഞാൻ എൻ്റെ ജീവിത പങ്കാളി 17 വയസ്സിൽ കണ്ടുമുട്ടി. അതിനുശേഷം പിന്നെ വലിയ പ്രേമങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സദാചാരം ലംഘിക്കപ്പെടുന്നു എന്നുള്ള, കഥ എഴുതുന്നയാൾ എന്തായാലും ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ്. അയാൾക്ക് അയാളുടേതായ, അത് പ്രത്യേകിച്ച് നമ്മുടെ ചില എഴുത്തുകാരികൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ധാരണയും കൂടിയുണ്ട്. അവരൊക്കെ വളരെ സുന്ദരമായും സേഫായിട്ടും ജീവിച്ചിട്ട് എല്ലാവരോടും കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങാനും കുടുംബത്തെ വെല്ലുവിളിക്കാനും കുടുംബത്തെ കീഴ്മേൽ മറിക്കാനൊക്കെ പറയും. ഇത് എഴുത്തുകാരൻ എപ്പോഴും ഒരു ഇരട്ട വ്യക്തിത്വമുണ്ട്. അത് അവർ പുറമേ കാണിക്കുന്ന ഒരു സംഗതിയും അവരകമേ വേറൊന്നും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എവിടെയും MT തന്നെ എഴുത്തിനെ വിശ്വസിക്കൂ, എഴുത്തുകാരെ വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിന് ആമുഖമായിട്ട് പറയുന്നുണ്ട്, അത് എഴുത്തിന് മാത്രമേ അതിൻ്റെ ഒരു സമാനമായൊരു വാചകമാണ് ഞാനൊരു അങ്കമാലിയിലെ മാങ്ങാക്കരയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്ത്രീകളെ എഴുതുമ്പോൾ രാജലക്ഷ്മി ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എഴുതുന്നത് സ്ത്രീയുടെ ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട്, അതിനൊരു രീതിയുണ്ട്. പക്ഷെ എനിക്കത് അത്തരം ഭയങ്ങൾ എനിക്ക് തോന്നുന്നത് എനിക്കെന്നല്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഭർത്താവിനോട് അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ദാമ്പത്യം വലിയ പ്രശ്നമാണല്ലേ? അവരുടെ കഥകളിലൊക്കെ വളരെ മോശം ഒരു പുരുഷനാണ് അവരുടെ കഥകളിലെല്ലാം കാണുന്നത്. പക്ഷെ നിന്നെ അങ്ങനെ സങ്കല്പിക്കാനും വയ്യ, അവരുടെ കഥകളിൽ ആ പുരുഷനല്ല നീ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ദാമ്പത്യം വലിയ പ്രശ്നമാണ്. ഇതിനെയൊക്കെ ഒരു ഹ്യൂമറോട് കൂടി നേരിടുന്ന രീതിയാണ് പൊതുവേ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എല്ലാം ലൈറ്റായിട്ട് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് അതിലിഷ്ടം, പണ്ട് മലയാളം വാരികയിൽ അവസാന പേജിൽ ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് TN ജയചന്ദ്രൻ എല്ലാവരോടും ചോദിക്കുമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് MP നാരായണപിള്ളയുടെ ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അവനവനെ സീരിയസ് ആയി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും. MP നാരായണപിള്ളയുടെ ആ വാചകം എൻ്റെ തലയിൽ എപ്പോഴും അലയടിക്കാറുണ്ട്. അവനവനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് വലിയ വിഷയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ വലിയ ആളാണെന്നൊക്കെ, നമുക്ക് വലിയ ഭാരമുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ. പെട്ടെന്ന് ഇടപെടാം അതിഥികൾക്ക്. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള എഴുത്തുകാർ CV-യും രേഖയും ആണെങ്കിലും എബ്രഹാം മാത്യു പറഞ്ഞ ആശയങ്ങളോടാണ് ഞാൻ കൂടുതൽ യോജിക്കുന്നത്. കഥയും ചെറുകഥ ഇപ്പോൾ AI പോലും ചെറുകഥയും നോവലും എഴുതുന്ന ഒരു കാലത്ത് ചെറുകഥയുടെ തച്ചുശാസ്ത്രം മാറ്റേണ്ട കാലമായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ കൂട്ടത്തിൽ ഞാൻ OV വിജയൻ്റെ പാറകളെന്ന കഥ ഓർക്കുകയാണ്. വിജയൻ പറയുന്നത് ശിലായുഗത്തിൽ നിന്ന് നമ്മൾ അത് ദീർഘിപ്പിച്ച് പറയാനൊന്നും സമയമില്ല. ശിലായുഗത്തിൽ നിന്ന് യന്ത്രയുഗത്തിലേക്ക് മനുഷ്യൻ പോയപ്പോൾ മനുഷ്യൻ്റെ നാശം കുറേശ്ശെ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് അനുകരിക്കാവുന്ന ഒരു ജീവിതം നമ്മുടെ ഇടയിലുണ്ട്, അത് ആദിവാസികളുടെയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൻ്റെ സ്പീഡ് നമുക്കൊന്ന് കുറച്ചുകൂടാ? CV ഉത്തരം പറയുമെന്ന് വിചാരിക്കും. ഇല്ല, ജീവിതത്തിൻ്റെ സ്പീഡ് നമ്മൾ വിചാരിച്ചാൽ കുറയുന്നതല്ല അത്. കാരണം ജീവിതം അതിൻ്റെ വഴിക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒഴുക്കിൽപ്പെടാതെ പലപ്പോഴും മാറി നിൽക്കുന്നവരാണ് ഞാനൊക്കെ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ വരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു, അത് ലോകത്തെ മുഴുവനും മാറ്റിമറിക്കുന്നു പറയുന്നു. പക്ഷെ അങ്ങനെ ജീവിതശൈലിയും ഈ സാങ്കേതിക വിദ്യയുടെ വികാസത്തിലൂടെ വരുന്ന മാറ്റങ്ങളും ഒക്കെ അതിവേഗത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ ഈ തുടങ്ങിയ കാലത്ത് ആദ്യമൊക്കെ ജീവിതം വളരെ ചലനരഹിതമായ ഒന്നാണെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. എത്രയോ വർഷക്കാലം, 10 വർഷം കഴിയുന്നു, മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഇടയ്ക്കൊരു റോഡ് വരുന്നു, അത്രയേ ഉള്ളൂ. വൈദ്യുതി വരുന്നതിന് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ പതുക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു ജീവിതം നമുക്ക് പൊരുത്തപ്പെടാനാവാത്ത വിധത്തിൽ അതിവേഗത്തിലായിട്ട് ഇപ്പം മാറി എന്നുള്ളതാണ് വസ്തുത. അത് അതിൻ്റെ വേഗം നമ്മൾ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല അത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമെന്നോ അതിങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിത്തീർക്കാൻ ഇടയുണ്ടെന്നോ ഒന്നും ആരും പ്രതീക്ഷിച്ചല്ല. പക്ഷെ അത് സംഭവിച്ചു. ഇനി അതിൻ്റെ കൂടെ പോകാനേ പറ്റുകയുള്ളൂ. അപ്പോൾ പക്ഷേ അതിൻ്റെ ഒരു ഭാഗത്ത് ഈ കഥ പറച്ചിലുകാരുണ്ടാവാം. നേരത്തെ രേഖ പറഞ്ഞ അത് ആ വാക്യമുണ്ട് MTയുടെ, എനിക്കത് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഞാൻ MT ഇരിക്കുമ്പോൾ തന്നെ ഒരിക്കലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഥ എഴുത്തുകാരനെ വിശ്വസിക്കണമെന്നില്ല, പക്ഷേ കഥകളെ വിശ്വസിക്കൂ എന്നാണ് MT പറഞ്ഞത്.
അപ്പോൾ അതേപോലെ നിങ്ങൾ എഴുതപ്പെടുന്ന കഥകൾ അതിൽ നല്ലത് ഏതാണോ, അത് കാലത്തിന് നിരക്കുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് അവയെ വിശ്വസിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ആവർത്തിച്ച് നിർത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഒരു കവി മിറോസ്ലോവ് ഹോലുവിൻ്റെ നിങ്ങൾ കവിയാണല്ലേ എന്ന് തുടങ്ങുന്ന ഒരു കവിതയുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾ കവിയാണല്ലേ? അതെ, ഞാൻ കവിയാണ്. നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി നിങ്ങൾ കവിയാണെന്ന്? ഞാനൊരു കാവ്യം എഴുതി, അതുകൊണ്ട് ഞാൻ കവിയാണ്. എഴുതിയ നേരം നിങ്ങൾ കവിയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്നാണ് മിറോസ്ലോവ് ഹോലുവ് ചോദിക്കുന്നത്. എഴുതിയ നേരം, ചിത്രം വരച്ച നേരം, അഭിനയിച്ച നേരം എന്നൊക്കെയുള്ള മീറ്റർ പലപ്പോഴും നമുക്ക് മിസ്സിംഗ് ആണ്. ഒരു എഴുത്തുകാരൻ നമുക്കുടനീളം എഴുത്തുകാരനും ഒരു ആർട്ടിസ്റ്റ് നമുക്കുടനീളം ആർട്ടിസ്റ്റുമാണ്. അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടാണ് എന്ന് പറഞ്ഞാണ് ഇവർ നിർത്തുന്നത്. എഴുതിയ നേരങ്ങളിലായിരുന്നില്ല നമുക്കിവരെ നേരിട്ട് പരിചയം. എഴുതിയ നേരങ്ങളിൽ ഇവരെന്ത് ചെയ്യുകയായിരുന്നു എന്ന അന്വേഷണം നടത്താനാണ് ഈ കുറഞ്ഞ നേരം കൊണ്ട് നാം ശ്രമിച്ചത്. ആ അന്വേഷണത്തോട് ചേർന്ന് നിന്ന എല്ലാവരെയും ഈ സെഷനോട് ചേർത്ത് നിർത്തി അവസാനിപ്പിക്കുന്നു. നന്ദി.